In the last classes, we have seen the irrelevance concept of dividend theory, and today I am going to speak about the relevance concept of theory, or you can say that theory of relevance. Actually, what do you mean by theory of relevance? Theory of relevance says that the dividend decision that is taken affect the value of the firms. Clear? It is another school of thought. Another theory. So, these theoretical background was suggested by Gordon, Linder, Walter, Richardson, etc. Many are there who was behind this school of thought. Clear? According to them, what they feel is that dividend communicate information to the investors about the firm's profitability, right? Like a rational investor like me also think the same, and hence the dividend decision becomes very relevant to the firm. Clear? Those firms which pay higher dividend has greater value as compared to those doesn't pay good dividend, because we always feel that a greater dividend can be paid when a firm has good edge, a good profit, right? So it does affect. It is highly relevant. That's what the school of thought. Among that, the two important concepts what I wanted to tell is, one is about Walter and another one is Gordon, right? Walter's approach and Gordon's approach. So let me briefly tell you what is Walter's approach today. Clear? So Walter approach ആണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നത്. Walter approach പറയുന്നത് എന്താ വെച്ചാൽ ഡിവിഡൻഡ് ഡിസിഷൻ റെലവെൻ്റ് ആണ് ആൻഡ് ഇറ്റ് എഫക്ട്സ് ദ വാല്യൂ ഓഫ് ദ ഫേം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ വോൾട്ടേഴ്സ് അപ്രോച്ച് ടുഡേ. വോൾട്ടേഴ്സ് അപ്രോച്ചിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. വോൾട്ടേഴ്സ് അപ്രോച്ചിലൊക്കെ ഫോർമുല ബേസ്ഡ് ആണ് കേട്ടോ. ആ ഫോർമുല അങ്ങനെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, വോൾട്ടേഴ്സ് അപ്രോച്ചിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആർ ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ, ആറും കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിവിഡൻഡ് ഡിസിഷന് യൂസ് ചെയ്യണത്. ക്ലിയർ? അപ്പോൾ അതായത് ഇൻ ഡിറ്റർമിനിങ് ദ ഡിവിഡൻഡ് പോളിസി, what the relationship between R and K of a firm is decided. അപ്പോൾ ആ ഒരു ഫേമിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും, അപ്പോൾ അങ്ങനെ വോൾട്ടർ ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ആറിനെ ഇവിടെ സ്പെസിഫൈ ചെയ്യണത്. അപ്പോൾ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ പറയണത് എന്താ വെച്ചാൽ, നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ആർ. സപ്പോസ് ആർ ഇസ് എ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കെ ഈസ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് പല രീതിയിലാവാം. യു ക്യാൻ സേ ദാറ്റ് ആർ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ കെ, ആർ ക്യാൻ ബി ലെസ് ദാൻ കെ, ആർ ക്യാൻ ബി ഈക്വൽ ടു കെ. ക്ലിയർ? അപ്പോൾ ആർ ക്യാൻ ബി ഗ്രേറ്റർ ദാൻ കെ എന്നുള്ള സിറ്റുവേഷൻ എപ്പോഴാണ് വരിക? ഒരു ഫേം കൂടുതൽ റേറ്റ് കിട്ടുന്നുണ്ട്, റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുന്നുണ്ട്, കോസ്റ്റ് അത്രയ്ക്കില്ല അല്ലേ? ദേ ഹാവ് എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാൻ ഇറ്റ്സ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ദ ഫേം വുഡ് റീറ്റെയിൻ ദ ഏർണിങ്സ്. ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഫേംസിനെ എന്താ നമ്മൾ പറയുക അറിയോ? ദീസ് ഫേംസ് ആർ കോൾഡ് ആസ് ഗ്രോത്ത് ഫേംസ്. ഐ ക്യാൻ സേ ദാറ്റ് ദീസ് ഫേംസ് ആർ കോൾഡ് ആസ് ഗ്രോത്ത് ഫേംസ്. ഗ്രോത്ത് ഫേംസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പറയാം നമുക്ക് 15% റേറ്റ് ഉണ്ട്, കിട്ടുന്നുണ്ട്, അവർ കോസ്റ്റ് ഇസ് 10%. അപ്പോൾ കോസ്റ്റിന്, അതായത് നമുക്ക് വേണ്ടി വരുന്ന റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് കെ. മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് എ കമ്പനി, കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മിനിമം ആണ്. ആ മിനിമം റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. സോ മീൻസ് ദാറ്റ് ദിസ് കമ്പനി ഹാസ് എ ഗ്രോത്ത് അപ്രോച്ച്. അതായത് ഗ്രോ ചെയ്യാനുള്ള ഒരു അപ്രോച്ച്. ദേ മസ്റ്റ് ഗോ ഫോർ, സച്ച് ടൈപ്പ് ഓഫ് കമ്പനീസ് മസ്റ്റ് ഗോ ഫോർ എക്സ്പാൻഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു കേസിൽ ഐ ക്യാൻ പോയിന്റ് ഔട്ട് ഇൻ ക്ലിയർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ, സച്ച് ഫേംസ് ആർ കോൾഡ് ആസ് ഗ്രോത്ത് ഫേംസ്. ഗ്രോത്ത് ഫേംസ് ആയിട്ടാണ് നമ്മൾ അവരെ പറയുക. ആൻഡ് ദീസ് ഫേംസ് ഷുഡ് റീറ്റെയിൻ ദെയർ ഏർണിങ്സ്. അതിൻ്റെ കാരണം എന്താ? ഗ്രോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഗ്രോത്ത് ഉള്ള ടൈമിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ദാറ്റ് വിൽ നോട്ട് എഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. കാരണം ഈ സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ
നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത്. ദേ ഓൾറെഡി നോ ദാറ്റ് അവർ കമ്പനി ഈസ് ഹാവിങ് ഗുഡ് സ്ട്രെങ്ത് ബിക്കോസ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആർ ഇസ് ഹൈലി ഗ്രേറ്റർ ദാൻ കെ. ഇൻവെസ്റ്റേഴ്സിന് അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് അതിനെ നമ്മൾ ഗ്രോ ചെയ്യുന്ന ടൈമിൽ ദേ മസ്റ്റ് റീറ്റെയിൻ ദെയർ ഏർണിങ്സ് ബിക്കോസ് ദിസ് ഇസ് ദ ടൈം ഫോർ എക്സ്പാൻഷൻ. ക്ലിയർ? അപ്പോൾ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. സോ ഈ ഒരു സമയത്ത് സീറോ ഡിവിഡൻഡ് ക്യാൻ ബി പെയ്ഡ് ഔട്ട് ആസ് സീറോ. ഒരു ഡിവിഡൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദിസ് ഡിവിഡൻഡ് വെൻ ഇറ്റ് ഈസ് കെപ്റ്റ് ആസ് സീറോ, ഈ ഒരു കേസിൽ ദാറ്റ് വിൽ മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ഷെയർസ്. മാക്സിമം വാല്യൂ ഓഫ് ഷെയർസ് കിട്ടുക ഡിവിഡൻഡ് സീറോ ആയിട്ട് വെക്കുമ്പോഴാണ്. ഏത് കേസിൽ? ഇഫ് ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ. സോ വെൻ എവർ യു ഗെറ്റ് എ പ്രോബ്ലം, കമ്പയർ ആൻഡ് സി if r is greater than k, r is less than k, or r is it equal to k. ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. ആൻഡ് ലെറ്റ് us see the next case. ക്ലിയർ? ഇഫ് r is less than k, നേരെ റിവേഴ്സാ. സപ്പോസ് നമുക്ക് 10% റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് കമ്പനി ആൾക്കാർക്കൊക്കെ കോസ്റ്റ് കൊടുക്കാൻ 10% വേണം. യു ആർ ഗെറ്റിംഗ് ഓൺലി 8%. അതായത് നമ്മൾക്ക് കടം വാങ്ങേണ്ട ഒരു അവസ്ഥയാണ്, സിറ്റുവേഷൻ. ദീസ് ഫേംസ് ആർ സെറ്റ് ടു ബി ഡിക്ലൈനിങ് ഫേംസ് ആണ്. നമ്മൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് എങ്ങനെ വെച്ചാൽ നമുക്ക് എക്സ്പാൻഷന് വേണ്ടി പോകാൻ പൈസ ഉണ്ടോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് എവർ യു ആർ ഗെറ്റിംഗ് ഷുഡ് ബി പെയ്ഡ് ഫുള്ളി ആസ് ഡിവിഡൻഡ്. കാരണം ഈ സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ നഷ്ടപ്പെടാൻ പാടില്ല. പിടിച്ചു നിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. സോ 100% പേ ഔട്ട് ഇസ് എക്സ്പെക്റ്റഡ് ഇൻ ദിസ് അവർ. അല്ലെങ്കിൽ നമ്മൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഓൺലി ഇഫ് യു ആർ പേയിങ് 100% ഡിവിഡൻഡ്, ദാറ്റ് വിൽ മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ഷെയർസ്. വാല്യൂ ഓഫ് ഷെയർസിനെ മാക്സിമൈസ് ചെയ്യുക ഈ ഒരു അവസ്ഥയിൽ. ഇത് മാത്രമേ ഉള്ളൂ, ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുക. അപ്പോൾ സോ എൻറ്റയർ ഏർണിങ്സ് 100 രൂപ ഏർണിങ്സ് കിട്ടിയിട്ടുള്ള വെച്ചാൽ ആ 100 രൂപ ഡിവിഡൻഡായിട്ട് കൊടുക്കാൻ പറ്റണം. Clear? And let us see the third case. What is the third case? Third case is R is equal to K. ഈ ഒരു കേസിൽ യു ക്യാൻ ടേക്ക് എനി ഡിസിഷൻ. എത്ര വേണമെങ്കിലും പേ ഔട്ട് ചെയ്യാം. വേണമെങ്കിൽ പേ ഔട്ട് ചെയ്യാം, ചെയ്യാതിരിക്കാം. വാട്ട് എവർ ബി ദ ഡിസിഷൻ, ഇറ്റ് ഡസ് നോട്ട് ഇഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. ഇത് ഡസ് നോട്ട് ഇഫക്റ്റ് ആണ്. യു വിൽ ഹാവ് ദ സെയിം വാല്യൂ ഓൾവേസ്. Clear? So that is the 3 case what I have to tell you. Clear? അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് ഫേമിൻ്റെ നമുക്ക് കിട്ടുമ്പോൾ ഈ 3 എണ്ണമായിട്ടാണ് കമ്പയർ ചെയ്യണത്. വെദർ ആർ ഇസ് ഈക്വൽ ടു കെ, ആർ ഇസ് ഗ്രേറ്റർ ദാൻ കെ, ആൻഡ് ആർ ഇസ് ലെസ് ദാൻ കെ. ക്ലിയർ? സോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ ഒരു 2-3 ബേസിക് അസംഷൻസ് ആണ് നമ്മളോട് പറയണത്. ഫേമിന് റീറ്റെയിൻ ഏർണിങ്സ് വെച്ചിട്ട് മാത്രമേ ഫിനാൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബേസിക് അസംഷനാണ് വോൾട്ടർ വെക്കണ ഒരു കാര്യം. പിന്നെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിന്നാൽ മാത്രമേ ഈ പോളിസി വർക്കൗട്ട് ചെയ്യുള്ളൂ. ഫേമിന് വലിയ എക്സിസ്റ്റൻസ് ഉണ്ട്, ഹാസ് എ വെരി ലോങ് ലൈഫ് എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു അസംഷൻ ആയിട്ടാണ് പറയണത്. ആൻഡ് ലെറ്റ് us മൂവ് ഡയറക്ട്ലി ടു ദ ഫോർമുല ഇൻ ഡീറ്റെയിൽ. ഫോർമുലയ്ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചത് ഒരു ഷെയറിൻ്റെ വാല്യുവേഷനിൽ പ്രൈസ് ഓഫ് എ ഷെയർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ് ദിസ് ഫോർമുല. P is equal to D divided by KE minus G. Here P is equal to D divided by KE minus G. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഫോർമുല. ക്ലിയർ? അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു ഫോർമുല പഠിക്കാൻ ഒന്നും കൂടി എളുപ്പം ഞാൻ പറയാം. KE കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു D1 divided by P plus G. ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടോ? D0 into 1 plus G divided by P plus P or MP എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഈ ഒരു ഫോർമുല നമ്മൾ ആ സമയത്ത് നമുക്ക് KE ആണ് കാണേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ P ആണ് കാണേണ്ടത് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ജീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ KE minus G is equal to D1 divided by P. ക്ലിയർ? സോ P ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. P is equal to
P is equal to D1 divided by KE minus G. ഇതാണ് നമ്മൾ ആ പഠിച്ച ഫോർമുലയിൽ നിന്ന് പീനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇതാണ് ഇതിൻ്റെയൊക്കെ ബേസിസ്. വോൾട്ടേഴ്സ് മെത്തേഡിലും പിന്നെ ഗോർഡൻ്റെ മെത്തേഡിലും ഈ ഷെയർ വാല്യുവേഷൻ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യണത്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഷെയർ വാല്യുവേഷൻ മോഡലിൽ പ്രോബ്ലംസ് വരാറുള്ളത് സാധാരണ ചെറിയ ചെറിയ പ്രോബ്ലംസ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ദിസ് ഫോർമുല. ഈ ഫോർമുല നിങ്ങൾ മറന്നുപോവില്ല, കാരണം ദിസ് ഈസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ദാറ്റ്. അത് നമ്മൾ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം ആ രണ്ട് ഫോർമുലാസും. ക്ലിയർ? ആൻഡ് ഇനി ബേസിക്കായിട്ട് മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് വോൾട്ടറിൻ്റെ. വോൾട്ടർ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റത് ഷെയർ വാല്യുവേഷൻ മോഡലാണ്. പക്ഷേ ഡിവിഡൻറ്റിൻ്റെ അവസ്ഥയിൽ വോൾട്ടർ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു ഫോർമുലയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ ഫോർമുല എന്തായാലും നോർമലി നമ്മൾ ബൈ ഹാർട്ട് ചെയ്തേ പറ്റൂ കേട്ടോ. ആ ഒരു ഫോർമുലയാണ് പറയണത് P ഈസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ KE പ്ലസ് R ഇൻറ്റു E മൈനസ് D ഡിവൈഡഡ് ബൈ KE the whole divided by KE. സോ ഈ ഒരു ഫോർമുല പഠിക്കാൻ ഷോർട്ട് കട്ട്സ് ഒന്നും കാണുന്നില്ല. സോ സ്റ്റഡി ദിസ് ബൈ ഹാർട്ട്. P ഈസ് ഈക്വൽ ടു D ബൈ KE പ്ലസ് R ഇൻറ്റു E മൈനസ് D ബൈ KE ദ ഹോൾ ഡിവൈഡഡ് ബൈ KE. എഗെയിൻ ഇതിൽ എന്തൊക്കെയാണ് ഓരോന്നോന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. P ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ, D ഈസ് ഈക്വൽ ടു ഡിവിഡൻറ്റ് പെർ ഷെയർ, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. R ഇസ് ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചില്ലേ, അത് രണ്ടും തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് E. E is the earning per share or EPS. KE is the cost of equity. Cost of equity. Clear ആണോ? സോ ഈ ഒരു ഫോർമുല പഠിക്കുക. നാളെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫോർമുല ഒന്നും കൂടി ക്ലിയർ ആക്കാം. ഷെയർ വാല്യുവേഷൻ മോഡലാണിത്. P ഈസ് ഈക്വൽ ടു D ബൈ KE മൈനസ് G. അത് ഡിറൈവ് ചെയ്യണതാണ് നമ്മൾ കണ്ടത്. ദാറ്റ് ഈസ് എ ഷെയർ വാല്യുവേഷൻ മോഡൽ. പക്ഷേ നമ്മൾ വോൾട്ടർ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള, ഐ മീൻ ഡിവിഡൻഡ് പ്രോബ്ലം ചെയ്യാൻ ഇഫക്റ്റ് ഓഫ് ഡിവിഡൻഡ് പോളിസി ഈസ് ഹൈലി റെലവൻറ്റ് എന്ന് കാണിക്കാനുള്ള ഫോർമുലയാണ് ഇത്. P ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ മോഡിഗിലാനി മില്ലർ അപ്രോച്ചിൽ ചെയ്ത പോലെ കുറേ സ്റ്റെപ്പ് വൈസ് ഒന്നുമില്ല. പ്രോബ്ലം പറയും, ഇതാണ് പിന്നെ വോൾട്ടർ ആണോ ഗോർഡൻ ആണോ എന്ന് നോക്കുക, ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. D ബൈ KE ഡിവിഡൻഡ് ഇസ് ദെയർ പ്ലസ് R ഇൻറ്റു E മൈനസ് D. EPS നിന്ന് ഡിവിഡൻഡ് മൈനസ് ചെയ്താൽ ബാക്കി കിട്ടണത് എന്താണോ ദാറ്റ് ഈസ് ദ റിമൈനിങ് എമൗണ്ട് വാട്ട് വി ഹാവ്. റീറ്റെയിൻ ഏർണിങ്സ് ആണ്. റീറ്റെയിൻ ഏർണിങ്സിൻ്റെ ഇൻറ്റു R is the internal rate of return divided by KE. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷനായിട്ട് ഡിവൈഡ് ചെയ്യുക, റീറ്റെയിൻ ചെയ്യണതും ഇക്വിറ്റി ക്യാപിറ്റലൈസേഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ആയി. സോ സ്റ്റഡി വെൽ this thing where P is the market price, D is equal to dividend by share, R is the internal rate of return, E is the EPS and KE is the cost of equity. Clear? We shall do the problems in the next class.